ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. എണ്ണം കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നുള്ളത് ബലദിയ ഫൈനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് വഴിയും മെസ്സേജ് വഴിയും വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് ബലദിയാന്റെ ഫൈൻ ഉണ്ട്, 500 ദിനാറുണ്ട്, 1000 ദിനാറുണ്ട്, വിസ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല, എന്തെങ്കിലും കുറച്ചും കിട്ടുമോ, എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ബലദിയ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് നിയമപരമായി തന്നെ നിങ്ങൾക്ക് ആ ഒരു ബലദിയ ഫൈനെതിരായിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഏതെങ്കിലും അഡ്വക്കേറ്റ് മുഖാന്തരം. അപ്പൊ അങ്ങനെ നമ്മൾ കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ 95% ബലദിയ ഫൈനുകളും തള്ളിപ്പോകുന്നുണ്ട്. നമ്മൾ കെട്ടേണ്ടി വരുന്നില്ല. അതിൽ ചിലത് മാത്രമേ കെട്ടേണ്ടി വരുന്നുള്ളൂ, ബാക്കിയൊക്കെ തള്ളിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ബലദിയ ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളേതായ വഴിയിലൂടെ ഏതെങ്കിലും അഡ്വക്കേറ്റ് മുഖാന്തരം കേസ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെ മെസ്സഞ്ചറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് എങ്ങനെയാണെന്നുള്ള അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെല്ലാം സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.